വന്യമൃഗശല്യത്തിൽ വലഞ്ഞ കുട്ടമ്പുഴയിലെ ജനങ്ങൾ. കുട്ടിയാന ഉൾപ്പെടെ 5ഓളം ആനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി കർഷകർക്ക് ദുരിതം വിതച്ചത്. വന്യമൃഗശല്യത്തിൽ അടിയന്തരമായി ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് സ്ഥല ഉടമയുടെ ആവശ്യം. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എതിർവശത്ത് പുഴയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടത്തിലാണ് ആനകൾ ഇറങ്ങി വൻ കൃഷിനാശം വിതച്ചത്. തെങ്ങ്, കമുക്, വാഴ തുടങ്ങിയവ നശിപ്പിച്ചു. പുഴവട്ടം കടന്നെത്തിയ കുട്ടിയാന ഉൾപ്പെടെയുള്ള 5ഓളം ആനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ടൗണിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസിന് സമീപം വരെ കാട്ടാനകൾ എത്തിയത് നാട്ടുകാരിൽ ഭീതി പടർത്തുകയാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് വാർഡ് മെമ്പർ ജോഷി പൊട്ടക്കൽ, സ്ഥല ഉടമ എബി എന്നിവർ പറഞ്ഞു. കുഞ്ഞുങ്ങളടക്കം ഉള്ള ഒരു കൂട്ടം കാട്ടാന ഈ കൃഷിയിടത്തിൽ പുരയിടത്തിൽ പ്രവേശിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങും കമുകുമെല്ലാം മുഴുവൻ നശിപ്പിച്ച് അത് തിന്ന് ഇവിടെ ആറാടിയിട്ടാണ് പോയിട്ടുള്ളത്. എന്നുവെച്ചാൽ കുട്ടമ്പുഴയുടെ ഭരണസ്ഥിരാകേന്ദ്രത്തോട് ഇത്രയും തൊട്ടടുത്ത് വരെ ആന കയറി ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആശങ്കാകുലരാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് 5-6ഓളം ആളുകളാണ് വന്യമൃഗ ശല്യത്താൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ജനങ്ങൾ ഇവിടെ രാത്രി ഉറങ്ങാൻ കഴിയാതെ ജീവൻ കയ്യിലെടുത്തു വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം. ഈ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനിയും വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അക്കരയിൽ നിന്ന് കയറി വന്ന് നേരെ അക്കരയ്ക്ക് തന്നെ തിരിച്ചു പോയത്. എന്നിട്ട് അടുത്ത പറമ്പിലേക്ക് പിന്നെ കയറി പോയി ചെയ്തത്. ഒരു രാത്രി 3:00 ഇവിടുന്ന് പോയിട്ട് അടുത്ത പറമ്പിൽ കയറി അവിടെ കൊളാക്കി ഫോറസ്റ്റുകാർ വന്ന് ഓടിച്ച് അക്കരയ്ക്ക് വിട്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.